Hello friends, Namaste, Assalamu alaikum, Shashakal. Welcome to my YouTube channel and I hope you guys are doing absolutely fine. അപ്പോൾ ഞങ്ങളിന്ന് വീഡിയോയിൽ വരാനായിട്ടൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മളെ ടെക് ട്രാവൽ ഈറ്റ് എന്നൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ പുള്ളി ഇന്ന് 12 മണിക്ക് നമ്മളെ കൊച്ചി ലേ മെറിഡിയന്ന് ഒരു IBN ട്രിപ്പാണ്. അതായത് ഇന്ത്യ, ഭൂട്ടാൻ, നേപ്പാൾ. അപ്പോൾ 3 രാജ്യങ്ങൾ കവർ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്ത് സ്വന്തം വണ്ടിയിൽ. അപ്പോൾ ഞങ്ങൾ പുള്ളിക്കൊരു ബെസ്റ്റ് വിഷസ് ആണ് ഇന്നത്തെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയിൽ വന്നത്. അതിനോടൊപ്പം തന്നെ നമ്മളെ അവഞ്ചർ 220യുടെ സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ട്. അപ്പം പുള്ളി പോകുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരു ഓൾ ദ ബെസ്റ്റ് പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളും കുറച്ച് പേഴ്സണൽ തിരക്കും ഉള്ളതുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്. അപ്പോൾ സുജിത്തേട്ട ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മൾ സുജിത്തേട്ടന് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞോടെ കൂടെ തന്നെ ഞങ്ങളെ സെക്കൻഡ് പാർട്ട് അവഞ്ചർ 220 സർവീസിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് പോയി കാണുക. പിന്നെ നമ്മളെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്കും മറ്റ് ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദ ബെസ്റ്റ്. അപ്പം സുജിത്തായിട്ട് ഓൾ ദ ബെസ്റ്റ് വൺസ് അഗെയിൻ. അപ്പം നിങ്ങൾ എന്തായാലും ഞങ്ങളെ അവഞ്ചർ 220 സെക്കൻഡ് പാർട്ട് ഈ വീഡിയോയുടെ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് പോയി കാണുക. അപ്പോൾ നമ്മൾ അവഞ്ചറിൻ്റെ 220 ഇന്ന് നമ്മൾ ചെയിൻ ലൂബാണ് ചെയ്യുന്നത്. ചെയിൻ ലൂബ് എങ്ങനെ ചെയ്യണം എന്ന ഡീറ്റെയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ചെയിൻ ലൂബ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു തരാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ 1 വേ ക്ലച്ച് അല്ലെങ്കിൽ മാഗ്നറ്റിക് റോളേഴ്സ് റീപ്ലേസ് ചെയ്യണം. 1 വേ ക്ലച്ചിൻ്റെ മാഗ്നറ്റിക് റോളേഴ്സ് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആ കേസിങ് എടുത്തതിന് ശേഷം നമുക്ക് മാഗ്നറ്റിക് റോളേഴ്സ് തന്നെ ഇളക്കിയെടുക്കാം. മിക്കവാറും സെറ്റോട് കൂടി മാറ്റേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്ക് ആ റോളർ മാത്രം റീപ്ലേസ് ചെയ്താൽ മതിയാവും. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡാണ് നമ്മുടെ 1 വേ ക്ലച്ച് അല്ലെങ്കിൽ മാഗ്നറ്റിക് റോളേഴ്സ് ഇരിക്കുന്നത്. അത് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്രണ്ട് ഈ പോർഷൻ ഇളക്കി റിമൂവ് ചെയ്തെടുക്കണം. നമുക്കതിൻ്റെ മാഗ്നറ്റിക് റോളേഴ്സ് മാത്രം മാറ്റാനാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് കിറ്റ് മേടിക്കാൻ കിട്ടും. ഞാൻ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇളക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്, റിമൂവ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മാഗ്നറ്റിക് റോളേഴ്സിൻ്റെ 1 വേ ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എൻ്റെ നട്ട് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊരു മാഗ്നറ്റിക് പുള്ളർ ഉപയോഗിച്ച് നമുക്ക് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇങ്ങനത്തെ പാർട്സൊക്കെ കംപ്ലൈൻറ്റ് സമയത്ത് മാഗ്നറ്റിക് പുള്ളർ ഉപയോഗിച്ച് ഇളക്കിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ആൻഡ് കൺവീനിയൻ്റ് ആയിട്ട് വരുന്നത്. എൻജിൻ സൈഡ് നമ്മളെപ്പോൾ വർക്ക് ചെയ്താലും പ്രോപ്പർ ടൂൾസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഇളക്കിയെടുത്തു. ഇനി എൻ്റെ മാഗ്നറ്റിക് റോളേഴ്സ് ഞാൻ കാണിച്ചു തരാം. നമുക്കിൻ്റെ ബാക്ക് സൈഡിലാണ് എൻ്റെ മാഗ്നറ്റിക് റോളർ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് റോളേഴ്സ്. ഇതിൻ്റെ ഒരു നട്ട് മിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. പൊട്ടിപ്പോയതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അൺസ്ക്രൂ ആയിട്ട് ഇളകി വീണതായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ടായത്. മാഗ്നറ്റിക് റോളേഴ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല സൗണ്ട് ഉണ്ടാവും, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഉണ്ടാവും, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ റോളേഴ്സ്, ഞാനിപ്പോൾ റോളേഴ്സ് മാത്രമല്ല ഫുൾ സെറ്റ് റീപ്ലേസ് ചെയ്യുവാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മാഗ്നറ്റിക് റോളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 1 വേ ക്ലച്ചിൻ്റെ മാഗ്നറ്റിക് റോളേഴ്സ്, ഇത് നമ്മൾ അതിൻ്റെ സ്പ്രിങ്, പിന്നെ അതിൻ്റെ ബുഷിങ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും.
നമുക്കിത് ഫുൾ സെറ്റായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് മേടിക്കാനായിട്ട് അറൗണ്ട് ഒരു 650-700 റേഞ്ചിനുള്ളിൽ ഉണ്ടാവും. പിന്നെ എൻ്റെ എക്സാക്ട് പ്രൈസ് എനിക്കറിയില്ല, ഓരോ സ്ഥലത്തും ഓരോ പ്രൈസ് ഉണ്ടാവും. ഇതിപ്പോൾ ഒരു 700 റേഞ്ചിനകത്തേ വരുള്ളൂ നമ്മളിവിടെ ഒക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഓയിൽ ലീക്കേജ് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക, 10% ഉറപ്പ് വരുത്തുക. കാരണം ഓയിൽ ലീക്കേജ് ഉണ്ടാവാൻ ചാൻസ് പാടില്ല. അപ്പോൾ നമ്മളതിൻ്റെ സ്ക്രൂസൊക്കെ ടൈറ്റ് ഉണ്ടാവുമെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, തിരിച്ച് റീഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇപ്പോൾ മേടിച്ചിരിക്കുന്ന ബജാജിൻ്റെ ജെനുവിൻ മാഗ്നറ്റിക് റോളേഴ്സ് കിറ്റാണ്. അതായത് നമുക്ക് അതിൻ്റെ ബുഷിങ്സ് ഉണ്ടാവും, റോളേഴ്സ് ഉണ്ടാവും, സ്പ്രിങ് ഉണ്ടാവും, അതിൻ്റെ ബാക്കി എൻ്റെ ബുഷിങ്സ് ആൻഡ് ആക്സസറീസ് എല്ലാം ഉണ്ടാവും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 100 റുപ്പീസാണ്. നമുക്ക് മേടിക്കാൻ പറ്റും. ബുഷിങ്സ് മാത്രം മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഫുൾ സെറ്റ് മേടിക്കാൻ കിട്ടും. ഞാനിപ്പം ആ ഫുൾ സെറ്റും പ്ലസ് ബുഷിങ്സുമാണ് മേടിച്ചിരിക്കുന്നത്. എല്ലാം കൂടെ ഒരു 800-850 റേഞ്ചിലുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യമേ അതിൻ്റെ ബുഷിങ്സ് ഫിറ്റ് ചെയ്യുക. ബുഷിങ്സ് ഫിറ്റ് ചെയ്തതിന് ശേഷം സ്പ്രിങ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോളേഴ്സ് ഫിറ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇച്ചിരി ക്ഷമ വേണം, കുറച്ച് പേഷ്യൻ്റായിട്ടിരുന്ന് പേഷ്യൻസ് നമുക്കുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ തിരിച്ച് റീഫിറ്റ് ചെയ്യാം. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു മെക്കാനിക്കിനെ കാണിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കാരണം നമ്മൾ റിസ്ക് എടുക്കരുത്, ചാൻസസ് എടുക്കാൻ പാടില്ല. നമ്മൾ ടൈറ്റ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും അലൻ കീ ഉപയോഗിച്ചാണ്. ഓക്കെ, നമുക്കിനി തിരിച്ച് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിത് ഒരു ചാൻസസ് എടുക്കരുത്. നമ്മൾ റിസ്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാം. പ്രത്യേകിച്ച് എൻജിൻ സൈഡ് നമ്മൾ ഒരിക്കലും അങ്ങനെ റിസ്ക് എടുക്കാം എന്ന് കരുതി ഒരിക്കലും ചെയ്യരുത്. നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു സർവീസ് സ്റ്റേഷനിലോ കൊടുത്ത് തന്നെ ചെയ്യാനായിട്ട് ട്രൈ. തിരിച്ച് റീഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റീഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുന്നില്ല, പെർഫെക്റ്റ് ആയിട്ട് വണ്ടി ഇപ്പോൾ ഓടുന്നുണ്ട്. Thank you so much for watching this video. As always, with that all said, guys, shukriya, assalamu alaikum, masalama. Take care and do whatever good to others. See you in next video. Until then, take care and bye. Before signing off, don't forget to hit the like button or else you can subscribe to our channel. Thank you so much once again. See you in another video. Bye.